നമ്മളെ നാട്ടിലെ ഷവർമ റോള് പോലെ നമുക്കിവിടെ റോൾസ് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് ഓവനിൽ വെച്ച് നമുക്ക് അവർ ചൂടാക്കി തരും. ഹായ്, ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ. ഐ ആം മേക്കിംഗ് പിസ്സ റോൾ. ഈ ടോൾജ എന്ന് പറഞ്ഞ റോളാണ് ഗൈസ്. ബർഗർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മളെ ലുബ്ലിയാന ബസ് സ്റ്റാൻഡാണ് ഗൈസ്. നമ്മളിവിടെ നമുക്ക് ഓസ്ട്രിയ, ജർമ്മനി നമ്മളിവിടെ പോകണമെങ്കിലും നമ്മൾ നൈറ്റ് ട്രാവലിംഗ് ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് ഗൈസ് നമ്മൾ ബസ് കയറുക. ബസ്സൊക്കെ നമ്മൾ നാട്ടിൽ പോലെ അല്ല, ഇവിടെ നമുക്ക് റോഡിൽ നമ്പറുണ്ട്. ആ നമ്പറിലാണ് നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാം, ബസ് കയറുക. അപ്പോൾ ഇതാണ് ടൗൺ പറയുന്നത് ഗൈസ്. ഇത് വൺ വേ റൈറ്റ് സൈഡാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. ഒക്കെ ബിൽഡിംഗ് ആണ് കേട്ടോ, ചുറ്റും നല്ല വലിയ വലിയ ബിൽഡിംഗ് ആണ് ഗൈസ്. ഓക്കെ, സൈക്കിൾ ഇവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ഗൈസ്. സൈക്കിൾ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോപ്പ്. സൈക്കിളും ഈ ടൈപ്പ് സ്കൂട്ടേഴ്സ് ഇവിടെ കൂടുതലുണ്ട് കേട്ടോ. ഈ സ്കൂട്ടർ പോലെ നമുക്ക് ട്രക്കിലൊക്കെ കൊണ്ടുപോകാം. നമുക്ക് 40 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഈ സ്കൂട്ടർ. ഇതിന് വിലയുണ്ട് ഈ സ്കൂട്ടർ? 1200 യൂറോ ഉണ്ട് നമുക്ക് ഈ ടൈപ്പ് സ്കൂട്ടേഴ്സ് കിട്ടും. നമുക്കപ്പം ട്രക്കിലൊക്കെ പോയി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. നല്ല റേഞ്ചുള്ളതുണ്ട് ഗൈസ്. ഇതിവിടെ കൂടുതലുണ്ട് ഒരുവിധം എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും. ഓക്കെ, ജീപ്പിൻ്റെ ജീപ്പ് കമ്പനീൻ്റെ തന്നെ അത്യാവശ്യം നല്ല 400 യൂറോ ഒക്കെ കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിറ്റി ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത് ബോൾട്ട് എന്ന് പറഞ്ഞ സൈക്കിളാണ്. നമുക്ക് 3 യൂറോസ്. നമുക്ക് 3 യൂറോസ് എടുത്താൽ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് പോകാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് ഇത് യൂസ് ചെയ്യാം ഗൈസ്. ഇത് ഒരു ATM ആണെന്ന് തോന്നുന്നു. കാരണം 3 യൂറോസ് വെച്ച് നമുക്ക് അടുത്ത സ്ഥലത്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ ബസ് പാർക്ക് ചെയ്യുക. നമുക്ക് ബസ്സിൻ്റെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ബോർഡുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ബസ് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഈ ബസ് പോവാണ് ഗൈസ്. അധിക ബസ്സും ഡബിൾ ഡെക്കറാണ് ഗൈസ്, അല്ലെങ്കിൽ എന്താണ് ഡബിൾ. ഒരു ബസ് പോയി അടുത്ത ബസ് വന്നു. സിംഗിൾ ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സന്തോഷമായിട്ട് ഡ്രോപ്പ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും വന്നത്. നമ്മൾ ലുബ്ലിയാന വരണമെന്ന് കുറേ വിചാരിക്കുന്നു, പക്ഷേ നമ്മൾ വന്നത് രാത്രിയായി പോയി ഗൈസ്. പകലായിരുന്നു നമുക്ക് ഫുള്ള് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇത് മുകളിലൊക്കെ ഫുൾ ബിൽഡിംഗ് ആണ്. ഈ ഗ്രാൻഡ് പ്ലാസ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട് ഇവിടെ. ഇത് ഗ്രാൻഡ് പ്ലാസ നമ്മളെ മെസ്സി ഈ ഫുട്ബോൾ പ്ലേയേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഹോട്ടലാണ് ഗ്രാൻഡ് പ്ലാസ എന്ന് പറയുന്നത്. അവിടെ കപ്സൊക്കെ ലീഗും കപ്പൊക്കെ നടക്കുമ്പോൾ അവരിവിടെയാണ് താമസിക്കുന്നത്. ഐ തിങ്ക് ദിസ് ഈസ് ബസ് ടിക്കറ്റ് ബുക്കിംഗ്. ഇതാണ് ഗൈസ് നമ്മളെ നൈറ്റ് ലൈഫ്. സൈക്കിൾസ് ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഈ സ്കൂട്ടർ പറഞ്ഞു, അതേപോലെ നമുക്ക് ഈ സൈക്കിൾസ് നമുക്ക് നമ്മളെ കാർഡ് ടാപ്പ് ചെയ്ത് എടുത്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് നമുക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാം. എക്സ്ട്രാ ആണെങ്കിൽ നമ്മളെ പേയ്മെൻറ്റ് നമ്മൾ അവിടെ ലോക്ക് ചെയ്യുമ്പോൾ അവർ ടാപ്പ് ചെയ്ത് മേടിക്കും. ഓക്കെ, നമുക്ക് ആപ്പ് രജിസ്റ്റർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, വർഷത്തിൽ 3 യൂറോ ഒരു വർഷം കംപ്ലീറ്റ് യൂസ് ചെയ്യാം. മീൻസ് ഇത് എടുത്തിട്ട് 1 മണിക്കൂർ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും അടുത്ത എടുക്കാം. ഓക്കെ, നമുക്ക് വർഷത്തേക്കാണ് 3 യൂറോ ഗൈസ്. നമുക്ക് അത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരെടുക്കൽ നമുക്ക് 1 അവർ അല്ലേ, 1 അവർ എടുത്ത് നമുക്ക് അവിടെ കൊടുക്കാം. നമുക്ക് പിന്നെ അവിടെ തന്നെ എടുക്കാം. സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് എടുക്കാം. കണ്ടിന്യൂസ് നമുക്ക് 1 അവർ എടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് മറ്റൊന്ന് എടുക്കാം. അതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ കാർഡൊക്കെ നമ്മൾ എടുത്ത് വരണം, നമ്മൾ ആപ്പും കാര്യങ്ങളും. ഇതാണ് ഗ്രാൻഡ് പ്ലാസ. ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ വരുമ്പോൾ അവർ താമസിക്കുന്ന ദിസ് വേ ഗൈസ്. ഓക്കെ, ഇതാണ് ഗ്രാൻഡ് പ്ലാസ ഗൈസ്. ഓക്കെ, ഇത് അനദർ ഒരു 5 സ്റ്റാർ ആണ്. ഇന്റർ കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞ
ഹോട്ടലാണ് ഗൈസ്. ബസ്സസ് പോകുന്നു. ഓക്കെ ഓക്കെ. നമുക്കിവിടെ പോർച്ചുഗൽ വേഴ്സസ് സ്ലൊവേനിയ മാച്ച് നടന്ന ടൈമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ വന്നായിരുന്നു. റൊണാൾഡോ താമസിച്ചിരുന്ന ഹോട്ടലാണ് ഗൈസ്, ഗ്രാൻഡ് പ്ലാസ ഹോട്ടൽ. ഇതൊരു ഗ്ലാസ് ടൈപ്പ് ബ്രിഡ്ജിലാണ് ഗൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 4 പേരുണ്ട്. സന്തോഷേട്ടൻ, ലിബിനേട്ടൻ, ദെൻ തോമസ് ചേട്ടൻ. ഇതൊരു ട്രാഫിക് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കറക്റ്റ് സ്ട്രിക്റ്റ് ആണ് ഗൈസ് ഇവിടെ. ഇത് വോൾട്ട് കണ്ടോ, വോൾട്ട്. ഇത് ഡെലിവറി ബോയ്സ് ആണ് ഗൈസ്. ഈ ഒരു ദിവസം മിനിമം 50 കിലോമീറ്ററൊക്കെ നമ്മൾ സൈക്കിൾ ചവിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ 400 യൂറോ ഒക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും ഗൈസ് 1 വീക്ക്. ഇതാണ് നമ്മുടെ ലുബ്ലിയാന ടൗണിൽ കൂടെയാണ് ഗൈസ് നമ്മൾ നടക്കുന്നത്. ലുബ്ലിയാന ടൗൺ. സന്തോഷമായിട്ടും 2 മണിക്കാണ് ബസ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ടൗണ് കറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയാണ് ഗൈസ്. ഹായ്. അതേപോലെ നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റ്, ലിഡിൽ, ഓഫർ, സ്പാർ, നമ്മളെ ഒരുവിധം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള എന്താണ് സൂപ്പർ മാർക്കറ്റ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിങ്ങനെ നൈറ്റ് വാക്കാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു 10 മണിയായി സമയം ഏകദേശം. സമയം ഏകദേശം 10 മണി. അവിടെ മെട്രോ പോകുന്നുണ്ട് ഗൈസ്, കാണാൻ പറ്റാൻ അറിയില്ല. മെട്രോ ഡബിൾ ഡെക്കർ. ഓക്കെ, ഡബിൾ ഡെക്കർ മെട്രോ ആണ് ഗൈസ്. ടാക്സി ഉണ്ട് ഗൈസ് ഇവിടെ. ഊബർ ഇല്ലേ, ടാക്സി ഉണ്ടല്ലേ, പക്ഷെ ഊബർ ഒന്നുമില്ല. ഊബർ ഉണ്ട്. ഓക്കെ, മെട്രോ ടാക്സി, ഊബർ ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രോപ്പർ ട്രാഫിക്. ഓക്കെ ഓക്കെ. മെട്രോ സ്റ്റേഷൻ ഗൈസ്. നമ്മളിങ്ങനെ no problem, it's not a problem. അതുണ്ട്. അവിടെ സയൻസ് ഉണ്ട് ഗൈസ്. നമ്മളെ സെൻറ്റർ ഒക്കെ ഹോസ്പിറ്റലുണ്ട്, ലുബ്ലിയാന ഹോസ്പിറ്റൽ, അതേപോലെ GH യൂണിയൻ, ലൈക്ക് ദാറ്റ് ഗൈസ്. ഫ്ലിക്സ് ബസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്ലിക്സ് ബസ്സാണ് എല്ലാവരും ലോങ് ജേണിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലിക്സ് ബസ്സാണ്. ഫ്ലിക്സ് ബസ്. എല്ലാവരും സൈക്കിളും ഈ സ്കൂട്ടേഴ്സും ഇവിടെ രാത്രികാലങ്ങളിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ് സൈക്കിളും ഈ സ്കൂട്ടേഴ്സും. അതിൽ ജീപ്പ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ഈ സ്കൂട്ടേഴ്സൊക്കെ അത്യാവശ്യം നല്ല റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്കൂട്ടേഴ്സാണ്. അത്യാവശ്യം പ്രൈസുണ്ട്. ലുബ്ലിയാന സിറ്റി കൂടെ നടക്കുന്ന ദിവസം ഈ ബിൽഡിങ്ങിലാണ് നമ്മളെ സന്തോഷ് ചേട്ടൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. 4th ഫ്ലോറാണ് ഗൈസ്, 4th ഫ്ലോർ. നമ്മൾ ബാക്കിയാണെങ്കിൽ നമ്മളിവിടെ പ്രസ് ചെയ്യാം ഗൈസ് നമുക്ക്. അപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ വാക്കിങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നൽസൊക്കെ ബ്ലോക്ക് ആവും. അതായത് ടൈം കഴിഞ്ഞാൽ 60 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സിഗ്നൽസും എന്ത് ചെയ്യും, സ്റ്റോപ്പ് ആകും ഗൈസ്. നമുക്ക് ഇപ്പോൾ ഇവിടെ റെഡ് സിഗ്നലാണ്, കാണാൻ പറ്റുമോ അറിയില്ല. റെഡ് സിഗ്നൽ നമുക്ക് സൈക്കിളുണ്ടോ, സൈക്കിളൊക്കെ പെർമിറ്റഡ് ആണ്. ആ റെഡ് സിഗ്നൽ ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ വാക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ശരിക്കും നമ്മൾ ഹായ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മളെ സിഗ്നൽ മാറിയിട്ടില്ല. ഓക്കെ, അപ്പുറത്തും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരും പ്രസ് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കിവിടെ ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ഗ്രീൻ വന്നു, നമുക്ക് വാക്ക് ചെയ്യാം. സിസ്റ്റമാറ്റിക് ആണ് ഗൈസ്.
ഇതൊക്കെ രാവിലെ ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ആരെങ്കിലും വരികയാണെങ്കിൽ എന്താണ് പെരാഗ്, ഇതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. ഇത് അത്യാവശ്യം സിറ്റി തന്നെയാണ് ഗൈസ്, നമ്മളെ ലുബ്ലിയാന സിറ്റി തന്നെയാണ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതൊരു റൂം സ്പേസിന് ഇവർ മേടിക്കുന്നത് 300 euro ഒക്കെയാണ് ഗൈസ്, ഒരു ചെറിയ ബെഡ് സ്പേസ്. കുറച്ച് പഴയ ബിൽഡിംഗാണ്. എന്ത് വില്ലേജ്? വിൻറ്റേജ്. ഓക്കെ. പഴയ ബിൽഡിങ്ങാണ്. നമുക്ക് ലിഫ്റ്റിൽ മാക്സിമം 300 കിലോയെ എന്തുള്ളൂ അലൗഡ് ഉള്ളൂ. അപ്പോൾ നമ്മൾ 5 പേരുണ്ട്. 5 പേരെന്ന് പറയുമ്പോൾ 300 കൂടുതൽ വരും. അപ്പോൾ നമുക്ക് 2 ട്രിപ്പായിട്ട് പോവാം. അതാണ് നമ്മുടെ ലിഫ്റ്റ് സിസ്റ്റം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടെ. ഞാൻ അടുത്ത ട്രിപ്പിൽ വരാം. നിങ്ങൾ 4 ആൾ പോയിക്കോ. 4-ാം നിലയല്ലേ? ഓക്കെ. വീഡിയോ ഇതാണ് ഗൈസ്. ഇത് ലുബ്ലിയാന ടൗണിലാണ് ഈ ബിൽഡിങ്, അതായത് സെൻറ്ററാണ്. അപ്പം പഴയ ബിൽഡിങ്ങാണ്. അപ്പം ഒരു പഴയ ലൈഫ് കൺസ്ട്രക്ഷനൊക്കെയാണ്. നമ്മൾ നോക്കിയിട്ടുണ്ട്. 4th ഫ്ലോറിലാണ് നമ്മുടെ ചേട്ടൻ്റെ, അതായത് സന്തോഷ് ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റൂം. അപ്പോൾ അവർ പോയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ പോയി വരട്ടെ ഗൈസ്, നമുക്ക് അടുത്ത ട്രിപ്പ് പോകാം. ഇവിടെ ഈ ബിൽഡിങ്ങിൽ 4th ഫ്ലോറിലാണ് നമ്മുടെ ചേട്ടൻ. അപ്പം അവർ പോയിട്ടുണ്ട്. ഇപ്പോൾ ലിഫ്റ്റ് തിരിച്ചു വരും. നമുക്ക് എന്നിട്ട് ലിഫ്റ്റ് കൂടി കാണിച്ചു തരാം. റൗണ്ട് ലിഫ്റ്റാണ് താഴോട്ട് വരുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഒരു പഴയ ടൈപ്പ് ലിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഡോറ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡോറും കൂടി വരുന്നുണ്ട്. അപ്പം 4th ഫ്ലോറാണ് ഗൈസ്. 4th ഫ്ലോർ. അപ്പം നമ്മളെ ഡോറ് വൺസ് ഒരു ഡോർ ഓട്ടോമാറ്റിക്കലി ഒന്ന് ലാച്ചാവും. അടുത്തത് ഇത് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഡോറും കൂടി ഉണ്ടാവും. അടുത്ത ഡോറ് വന്നടക്കും ഗൈസ്. അപ്പം 4th ഫ്ലോറാണ്. ജസ്റ്റ് ഞാൻ റൂമിൻ്റെ എൻട്രൻസ് വരെ കാണിച്ചു തരാം. ഒരു ബെഡ് സ്പേസ് ആണ് ഗൈസ്. ആ ബെഡ് സ്പേസിന് തന്നെ അവർ വാങ്ങുന്നത് 300 euro. നാട്ടിൽ 30,000 രൂപയാണ് ഗൈസ്. പിന്നെ ഇവിടെ സ്റ്റുഡൻ്റാണ് ചേട്ടൻ. അപ്പോൾ ചേട്ടന് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകാൻ ഈ സിറ്റിയുടെ നടുവിലായതുകൊണ്ട് ഇതാണ് ആക്സസ്. 1-2 സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പാർട്ട് ടൈം ജോലി പോകാൻ പറ്റും. ഓക്കെ, ചേട്ടൻ വന്നിട്ട് 3 മാസമായി. ചേട്ടൻ ഇവിടെ അത്യാവശ്യം പരിചയമായിട്ടോ, അത്യാവശ്യം ഷോപ്പും കാര്യങ്ങളൊക്കെ പരിചയമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചേട്ടൻ്റെ അടുത്ത് നിന്ന് വരണം. അപ്പം നമുക്ക് ലുബ്ലിയാന മൊത്തം ഒന്ന് രാവിലെ ടൈമിൽ എന്ത് ചെയ്യാം, മോർണിംഗ് സെറ്റ് ചെയ്യാം ഗൈസ്.